Module number 1.14.01. Topic name: Continuing Professional Development. ഹലോ സുഹൃത്തുക്കളെ, കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് എന്ന യൂണിറ്റിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമ്പർ 1, സ്മാർട്ട് ഗോൾസ് എങ്ങനെ സജ്ജമാക്കാം, നമ്പർ 2, ഒരു പ്രൊഫഷണൽ പ്ലാൻ എങ്ങനെ വികസിപ്പിക്കാം എന്നിവയെക്കുറിച്ച് മനസ്സിലാക്കുവാനും കഴിയുന്നതാണ്. സ്മാർട്ട് ഗോൾസ് എങ്ങനെ സജ്ജമാക്കുകയും നേടുകയും ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പ്രൊഫഷണൽ അറിവും പരിശീലനവും വികസിപ്പിക്കുക. ഒരു തൊഴിൽ പ്രൊഫഷണൽ ആയ ലേണർ കോഴ്സിൽ ചേരുക, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുക, ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക, സർട്ടിഫിക്കറ്റുകൾ നേടുക എന്നിവയിലൂടെ അറിവ് എപ്പോഴും വികസിപ്പിക്കണം. ജോലിയുടെ പ്രകടനം മെച്ചപ്പെടുത്തുക. ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ വർക്ക് പെർഫോമൻസ് വളരെയധികം മെച്ചപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. നമ്മുടെ ഭാരങ്ങളിൽ നിന്ന് നമ്മൾ അകലെയിരിക്കുക, ഓഫീസിൽ നേരത്തെ എത്തുക, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കുക എന്നിവയെല്ലാം നിങ്ങൾക്ക് ഫലപ്രദമായും കാര്യക്ഷമമായും പ്രവർത്തിക്കുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്പർ 3, പ്രൊഫഷണൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക. വർക്ക് പ്ലേസിൽ വ്യത്യസ്ത തരം ആളുകളുണ്ടായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ പ്രൊഫഷണൽ എത്തിക്കറ്റ്സ് ആൻഡ് റിലേഷൻഷിപ്സ് നിലനിർത്തണം. ലളിതമായ അഭിവാദനങ്ങളും മാന്യമായ മറുപടികളും ആരോഗ്യകരമായൊരു വർക്ക് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കും. മികച്ച അവതരണ കഴിവുകൾ. കോർപ്പറേറ്റ് വേൾഡ് ഒരാളെ പല ആളുകളെ കണ്ടുമുട്ടുവാനും മീറ്റിംഗ്സിൽ പങ്കെടുക്കുവാനും പല ടാസ്കുകളിൽ നിയോഗിക്കപ്പെടുവാനും ഇടയാക്കുന്നു. അതിനാൽ പ്രൊഫഷണൽ സ്കിൽസ് വളരെ നല്ലതായിരിക്കണം. വിഷയം അറിയുന്നത് മാത്രം പോരാ, അത് നല്ല ഭാഷയിൽ വ്യക്തമായ ആശയവിനിമയത്തോടെ അവതരിപ്പിക്കലാണ് കൂടുതൽ പ്രധാനമായത്. ഉയർന്ന ജോലിയുടെ റോൾ നേടുക. ഒരിക്കലും തൃപ്തരാകരുത്. നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ ഓർഗനൈസേഷനെ കൂടുതൽ മികച്ചതാക്കാൻ എല്ലായ്പ്പോഴും പ്രവർത്തിക്കുക. ഇത് കഠിനപ്രയത്നവും സഹനവും ദൃഢനിശ്ചയവും പ്രതിബദ്ധതയും ഇതിന് ആവശ്യമാണ്. എക്സ്പീരിയൻസ്, റൈറ്റ് ആറ്റിറ്റ്യൂഡ്, ഹൈ വാല്യൂസ് എന്നിവ നേടിയിരിക്കണം. പുതിയ അനുഭവങ്ങൾ നേടുക. പ്രതീകാത്മകമായ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസിൽ സന്നദ്ധ സേവനം ചെയ്യുക. പുതിയ ആളുകളുമായി സംസാരിക്കുക. വർക്ക് ഫീൽഡ് അടുത്തായി അന്വേഷിക്കുക. പഴയ തെറ്റുകളിൽ നിന്ന് പഠിക്കുക തുടങ്ങിയവയിലൂടെ എല്ലാ തൊഴിലാളികൾക്കും അവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നത് വളരെ പ്രധാനമാണ്. ഇങ്ങനെ അവർ പുതിയ അനുഭവങ്ങൾ ശേഖരിക്കും. സുഹൃത്തുക്കളെ, നാം ഇപ്പോൾ ഹൗ ടു അച്ചീവ് യുവർ ഗോൾ എന്നതാണ് പഠിക്കുന്നത്. നമ്പർ 1, ഒരു കരിയർ പ്ലാൻ ഉണ്ടാക്കുക. ഷോർട്ട് ടൈം ഗോൾസ്, ലോങ് ടൈം ഗോൾസ് എന്നിവ തിരിച്ചറിയുക. ഈ ഗോൾസ് എല്ലായ്പ്പോഴും മുൻപിൽ നിലനിർത്തുവാൻ റൈറ്റ് ചെയ്യുക. ഗോൾ എഴുതുന്നത് അവയെ റിയലാക്കി തോന്നിക്കുന്നതായിരിക്കണം. നമ്പർ 2, ഒരു റോഡ് മാപ്പ് സൃഷ്ടിക്കുക. ഷോർട്ട് ടൈം ആൻഡ് ലോങ് ടൈം ഗോൾസ് സജ്ജമാക്കിയതിന് ശേഷം അവ നേടുവാനുള്ള ഘട്ടങ്ങൾ തിരിച്ചറിയുക. വളരെ കൂടുതൽ വർക്ക് പ്രഷർ ഉണ്ടാകുമ്പോഴും പ്രൊപ്പോസ്ഡ് പ്ലാൻ എടുക്കാതെ ഇരിക്കുമ്പോഴും ഈ എക്സസൈസ് ഉപകാരപ്രദമാണ്. നമ്പർ 3, സമയപരിധി നിശ്ചയിക്കുക. ഡെഡ് ലൈൻസ് ഒരു വർക്ക് ആരംഭിക്കുവാൻ ആവശ്യമായ മോട്ടിവേഷൻ നൽകുന്നു. ടെംപ്ടേഷൻസ് ഗോളിൽ നിന്ന് നമ്മെ സൈഡ് ട്രാക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ഗോൾസ് നേടുന്നതിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാകാം, എന്നാൽ അത് നമ്മെ വീണ്ടും പ്രവർത്തിക്കുന്നത് നിർത്തുവാൻ ഇടയാകരുത്. ഡെഡ് ലൈൻസ് ടാർഗറ്റ് അച്ചീവ്മെൻറ്റിൽ നമ്മെ സഹായിക്കുന്നു. നമ്പർ 4, ഓരോ നേട്ടത്തിന് ശേഷം സ്വയം അതിനെക്കുറിച്ച് പരിശോധിക്കുക. ഒരിക്കലും, പ്രത്യേകിച്ച് ഒരു അച്ചീവ്മെൻറ്റിന് ശേഷം നിങ്ങളുടെ സ്വയം ഒരു ട്രീറ്റ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നൽകേണ്ടതാണ്. അതൊരു പക്ഷേ വലുതാകണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായ മോട്ടിവേഷനും എനർജിയും നൽകുവാൻ അത് മതിയാകും. ഒരു അക്കംപ്ലിഷ്മെൻറ്റിന് ശേഷം വിശ്രമം വളരെ പ്രധാനമാണ്. കാരണം ഓവർ വർക്ക് മൈൻഡ് സിംപ്ലി സ്ലോ ഡൗൺ ചെയ്യുന്നതാണ്. നമ്പർ 5, ഒരു പങ്കാളിയെ കണ്ടെത്തുക. നിങ്ങൾക്ക് ഏത് ആക്ടിവിറ്റീസിൽ പങ്കാളികളായാലും ഒരു ബന്ധമുണ്ടാക്കുവാൻ ശ്രമിക്കുക. അത് ജിമ്മിലോ സ്പോർട്സിലോ വർക്ക് പ്ലേസിലോ അല്ലെങ്കിൽ ഒരുപോലെ ഹോബി ഫുൾഫിൽഡ് ചെയ്യുന്നതിലോ ആയിരിക്കാം.
ഇത് നിങ്ങൾക്ക് ആവശ്യമായ സപ്പോർട്ട് അല്ലെങ്കിൽ മോട്ടിവേഷൻ നൽകും. സുഹൃത്തുക്കളെ, അച്ചീവബിൾ പ്രൊഫഷണൽ ഗോൾസ് എങ്ങനെ സജ്ജമാക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. നമ്പർ 1, ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ പ്രതിബദ്ധത പുലർത്തുക. നിങ്ങൾക്ക് തന്നെ പ്രൊഫഷണൽ പ്രായോഗികവും യാഥാർത്ഥ്യ സാമ്യതയുമുള്ള ഗോളുകൾ സജ്ജമാക്കുക. ഇവ നിങ്ങൾക്ക് ഫോക്കസ് നിലനിർത്തുവാനായി സഹായിക്കും. നമ്പർ 2, ഒരു പദ്ധതി തയ്യാറാക്കുക. ഗോൾസ് നേടുവാനുള്ള കോൺസെൻട്രേറ്റ് പ്ലാൻ വികസിപ്പിച്ചെടുക്കുക. ഒരു ഇൻസ്ട്രക്ടറായി വീക്കിലി ഷെഡ്യൂൾ, മന്ത്ലി ഷെഡ്യൂൾ, ലെസൺ പ്ലാൻ, ഡെമോ പ്ലാൻ എന്നിവ തയ്യാറാക്കുക. നമ്പർ 3, നിങ്ങളുടെ പ്രതിബദ്ധത പുലർത്തുക. ഗോൾസ് നേടുന്നതിനുള്ള യാത്രയിൽ പല തടസ്സങ്ങളും ഉണ്ടാകാമെങ്കിലും നിങ്ങൾ അവയുടെ പ്രതിബദ്ധതയോട് നിങ്ങൾ സത്യസന്ധത പുലർത്തേണ്ടതാണ്. നമ്പർ 4, നിങ്ങളുടെ പ്രൊഫഷണൽ ലക്ഷ്യങ്ങൾ എഴുതുക. ഒരു പേനയും എഴുതുവാനുള്ള പേപ്പറും എടുത്ത് നിശ്ചിത അക്ഷരത്തിൽ വ്യക്തമായ ഭാഷയിൽ നിങ്ങളുടെ ഗോൾസ് എഴുതുക. മേ അല്ലെങ്കിൽ മൈറ്റ് എന്നതിന് പകരം വിൽ ഉപയോഗിക്കുക. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളുടെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്ലാൻ തുടരുവാൻ നിരവധി ഓപ്ഷൻസ് ആവശ്യമാണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് DSTക്കായി കുറഞ്ഞത് 3 ഇൻഡസ്ട്രീസിനെ നിങ്ങൾ ബന്ധപ്പെടേണ്ട ആവശ്യമാണ്. 3 മാസത്തേക്കുള്ള MOU ഒപ്പിക്കുക. ട്രെയിനിങ് മെത്തഡോളജി, സോഫ്റ്റ് സ്കിൽസിൽ 6 മാസം കൊണ്ടുള്ള ഏതെങ്കിലും വിഷയം സംബന്ധിച്ച റീഫ്രഷർ കോഴ്സിൽ ചേരുക. നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ 12 മാസം കൊണ്ടുള്ള കരിയർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ന്യൂ കോഴ്സിൽ നിങ്ങൾ ചേരേണ്ടതാണ്. ക്വാളിഫിക്കേഷൻസ് അപ്ഗ്രേഡ് ചെയ്യാൻ 36 മാസം കൊണ്ടുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കോഴ്സിൽ ചേരുക. വിജയകരമായ ട്രെയിനീസിനെ തിരിച്ചറിയുക. അവരെ എൻ്റർപ്രണർ ആക്കുവാൻ മോട്ടിവേഷൻ ഗൈഡ് ചെയ്യുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, കണ്ടിന്യൂയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിൻ്റെ 2ാം ഭാഗത്തിൻ്റെ അവസാനത്തിലേക്ക് നാം എത്തിയിരിക്കുകയാണ്. നാം ഇവിടെ പഠിച്ചതിൻ്റെ ഒരു സംക്ഷിപ്ത റീക്യാപ്പ് എടുത്ത് നോക്കാം. നാം മനസ്സിലാക്കിയതായ കാര്യങ്ങൾ എന്തെന്നാൽ, നമ്പർ 1, സ്മാർട്ട് ഗോൾസ് എങ്ങനെ സജ്ജമാക്കുകയും നേടുകയും ചെയ്യാം. നമ്പർ 2, നിങ്ങളുടെ ലക്ഷ്യം എങ്ങനെ നേടുവാൻ കഴിയും. നമ്പർ 3, അച്ചീവബിൾ ഗോൾസ് എങ്ങനെ സജ്ജമാക്കാം.